നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ രണ്ടാം ഘട്ട സമരത്തിന് തുടക്കമായി. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. വർഗീയ പരാമർശം നടത്തിയ സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചതായി എന്നെ നെല്ലിക്കുന്ന് MLA. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണമെന്നും നെല്ലിക്കുന്ന്. കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തു. പുലിഭീതിയിൽ ഇരിയണ്ണി. പയത്തിൽ സന്തോഷിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിയിട്ട നായയെ പുലി പകുതി ഭക്ഷിച്ച നിലയിൽ. കാസർഗോഡ് ഹൊസങ്കടിയിൽ ലോഡ്ജിൽ വെച്ച് നഗ്ന ചിത്രമെടുത്ത് പണം തട്ടിയ കേസ്. ഒരാൾ അറസ്റ്റിൽ. തളങ്കരയിലെ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തി. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ സമാപനം. 10,000-ങ്ങൾക്ക് അന്നദാനം നൽകിയായിരുന്നു ഉറൂസിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. കുമ്പള ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ രണ്ടാം ഘട്ട സമരത്തിന് തുടക്കമായി. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ദേശീയപാതയിലെ കുമ്പളയിൽ സ്ഥാപിച്ച ടോൾ പ്ലാസയിലെ അന്യായ ടോൾ പിരിവിൽ തുടർ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി. രണ്ടാം ഘട്ട സമരമായി കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തി. എന്നെ നെല്ലിക്കുന്ന് MLA സമരം ഉദ്ഘാടനം ചെയ്തു. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. നാളെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷനായി വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. 5 MLA-മാർ CM-നെയും PWD മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും 6 കാണുന്നുണ്ട്. ഒരു കാര്യം, മറ്റന്നാൾ 21-ാം തീയതി കോടതിയിൽ നിന്ന് നീതിയുക്തമായ ജനപക്ഷ വിധി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ 20-ന് നിയമസഭയിൽ ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം അതേ ടോൾ ബൂത്തിലേക്ക് അതിശക്തമായ കാസർഗോഡ് ജനതയുടെ ഒരു പ്രക്ഷോഭം എന്തായാലും ഞങ്ങൾ നടത്തും. ഒരു കാരണവശാലും 22 കിലോമീറ്ററിൽ അന്യായമായി ടോൾ സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. CPM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ സ്വാഗതം പറഞ്ഞു. LDF കൺവീനർ KP സതീഷ് ചന്ദ്രൻ, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കല്ലട്ര മാഹിൻ ഹാജി, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബ്ദുള്ള കുഞ്ഞി ചെർക്കള, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൾ ഖാദർ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ട സമരം നടത്തുന്നത്. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് AKM അഷ്റഫ് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഗീയ പരാമർശം നടത്തിയ സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചതായി എന്നെ നെല്ലിക്കുന്ന് MLA. പ്രതികരണം സംസ്കാരശൂന്യം. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണമെന്നും നെല്ലിക്കുന്ന്. തെരഞ്ഞെടുപ്പിന് വിജയിച്ചവരുടെ പേരുകൾ പരിശോധിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കാസർകോട്ടെ ജനങ്ങൾ മതം നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്നും തൊഗാഡിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നും നെല്ലിക്കുന്ന് കുറ്റപ്പെടുത്തി. തൊഗാഡിയ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാസർഗോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നിരവധി മതങ്ങൾ, ജാതികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾ പല ജാതിക്കാരുണ്ട്, പല മതവിശ്വാസികളുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. അവർ ജനപ്രതിനിധിയാകുമ്പോൾ അവർ മതത്തിൻ്റെ പേരിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അവർ ജാതിയുടെ പേരിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ മുസ്ലിങ്ങളില്ല, ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ ക്രിസ്ത്യാനികളില്ല. അപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ ചില പഞ്ചായത്തുകളിൽ ഒരു പ്രത്യേക വിഭാഗം
മതത്തിൻ്റെ ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ദുർവ്യാഖ്യാനം നമുക്കത് നൽകാൻ പറ്റും. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാസർഗോഡ് ജില്ലയെയും കാസർഗോട്ടെ ജനങ്ങളെയും കാസർഗോഡിന്റെ മതേതരത്വത്തെയും ആണ് ശ്രീ സജി ചെറിയാൻ അപമാനിച്ചിട്ടുള്ളത്. ഈ ഒരു എന്താണ് അദ്ദേഹം പറഞ്ഞത്? കാസർഗോട്ടെ മുനിസിപ്പാലിറ്റിയിലെ അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലെ കാസർഗോട്ടെ MLA-മാരുടെ പേരെടുത്ത് നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പച്ചയായി പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിശ്വാസികൾ ജനപ്രതിനിധികളായി തീരുന്നുണ്ട് എന്നാണ്. അത് പാടില്ല എന്നാണോ ശ്രീ സജിയാൻ പറയുന്നത്? ഒരു മുസ്ലിമായ എനിക്ക് ഒരു ജനപ്രതിനിധിയായുള്ള അവകാശം അർഹതയില്ല. ഞാൻ ജനപ്രതിനിധിയായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ജനപ്രതിനിധിയായാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മതേതരത്വം. ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ കാസർഗോഡിൻ്റെ ബഹുസ്വരത ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ ഇതുവരെ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ. എല്ലാ ജനപ്രതിനിധിയുടെ ഭാഗത്ത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഈ മതേതരത്വവും സൗഹാർദ്ദവും തകർക്കാനുള്ള ഒരു പ്രസ്താവനയാണ് സജി ചെറിയാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആദർശമില്ല. പലരുടെയും ഭാഗത്ത് നിന്ന് നമ്മുടെ കേരളം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവന. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അബുദാബിയിൽ വാഹനാപകടത്തിൽ 5 കുട്ടികളടക്കം മരണപ്പെട്ടു. ആ സമയത്ത് സൗദിയിൽ നിന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിൽ സൗദിയിൽ താമസിക്കുന്ന കേരളീയനായ ഒരാളായി വന്നു. എത്രമാത്രം നമ്മൾ ഞെട്ടി. അദ്ദേഹത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സജി ചെറിയാന്റെ പ്രസ്താവന ഉണ്ടായിട്ടുള്ളതെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാൻ. സജി ചെറിയാന് മതേതര കേരളത്തിൽ ഒരു മന്ത്രിയാകാനും ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത അർഹത ശ്രീ സജി ചെറിയാൻ. കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. നായക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ വൻ കവർച്ച. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 29 പവൻ സ്വർണവും 1/4 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നെക്ലേസ്, വളകൾ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ്, വലിയ മാല, കമ്മൽ, കുട്ടികളുടെ മാല, സ്വർണ്ണവള, കല്ലുവച്ച മാല തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 35 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് സംഭവം. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയും കുടുംബവും വീട് പൂട്ടി കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോൾ വീട്ടിനകത്ത് ലൈറ്റുകൾ കത്തിനിൽക്കുന്ന നിലയിലായിരുന്നു. അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തിത്തുറന്ന് തുണിത്തരങ്ങൾ വാരിവലിച്ചിട്ട് അകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിച്ചു കൊണ്ടുപോയതായി വ്യക്തമായത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് 2-3 പരാതി ഇങ്ങനെ ഒരു കടവ് നടന്നതിലൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നായിക്ക ഭാഗത്ത് തന്നെ ഒരു 5-6 മാസം മുമ്പായിട്ട് ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചീറുമ്പ ഭഗവതി അമ്പലത്തിൽ അത് കവർച്ച നടത്തിയ ശേഷം അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ റിക്കവറിയോ ഒന്നും നടന്നിട്ട് ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റിക്കവറിയോ ഒരാൾക്കാരെ പിടിക്കുകയോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കുമ്പള. പുലിഭീതിയിൽ ഇരിയണിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി നാട്ടുകാർ. ഇരിയണി പയത്തിൽ സന്തോഷിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിയിട്ട നായയെ പകുതി ഭക്ഷിച്ച നിലയിൽ. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡിന്റെ കിഴക്കൻ മേഖലയായ ഇരിയണിയിൽ വീണ്ടും പുലിഭീതി. ഇരിയണി പയ്യത്ത് വളർത്തുനായയെ പുലി കടിച്ചു കൊന്നതോടെയാണ് പ്രദേശവാസികൾ കടുത്ത ഭീതിയിലായിരിക്കുന്നത്. പയത്തെ വയറിംഗ് തൊഴിലാളിയായ സന്തോഷിന്റെ വീട്ടിലെ 1 വയസ്സ് പ്രായമുള്ള വളർത്തുനായയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്.
വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയെ ആക്രമിച്ച പുലി ശരീരത്തിന്റെ പകുതിയോളം ഭാഗം ഭക്ഷിച്ചാണ് ഉപേക്ഷിച്ചത്. തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് നായയെ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലിയാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായത്. ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള പുലിയാക്രമണം നടന്നിരുന്നു. സന്തോഷിന്റെ ഇളയച്ചൻ കുഞ്ഞിക്കണ്ണൻ മണിയാണിയുടെ 2 നായകളെയും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ പുലി പിടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇരിയണ്ണി, പയം എന്നീ പ്രദേശങ്ങൾ കൂടാതെ കുണിയേരി, വേപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടാകാറുണ്ടെന്നും ഇടയ്ക്കിടെ ഇത്തരത്തിൽ പുലികൾ നാടുകയറുന്ന മനുഷ്യജീവന് വലിയ ഭീഷണിയുയർത്തുന്നതായും നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ വനം വകുപ്പ് ഇടപെട്ട് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഹൊസങ്കടിയിൽ ലോഡ്ജിൽ വെച്ച് നഗ്ന ചിത്രമെടുത്ത് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒന്നിച്ചിരുത്തി നഗ്ന ചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തി ഫോണും പണവും തട്ടിയെടുത്തെന്നാണ് പരാതി. ഹൊസങ്കടിയിലെ ലോഡ്ജിലെ മുറിയിൽ അതിക്രമിച്ചു കയറി യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒന്നിച്ചിരുത്തി നഗ്ന ചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തി ഫോണും പണവും തട്ടിയെടുത്ത കേസിൽ ഒരാളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം പീരാരമുല സ്വദേശിയും കടമ്പാറിൽ താമസക്കാരനുമായ ആരിസാണ് പിടിയിലായത്. മംഗളൂരുവിൽ വച്ചാണ് ഇയാളെ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മംഗളൂരുവിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പിടികൂടുന്നതിനിടെ ഒരാൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉള്ളാൾ മോണ്ടുകുളിയിലെ മുഹമ്മദ് ഹനീഫയും പെൺസുഹൃത്തും ഹൊസങ്കടിയിലെ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു. ഈ സമയത്ത് 3 അംഗ സംഘം മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയും യുവതിയെയും യുവാവിനെയും കട്ടിലിൽ ഒന്നിച്ചിരുത്തി അർദ്ധനഗ്ന വീഡിയോകളും ഫോട്ടോകളും പകർത്തുകയായിരുന്നു. 2 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കൂടി വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മൊബൈൽ ഫോണും 5000 രൂപയും തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തളങ്കരയിലെ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. എന്നെ നെല്ലിക്കുന്ന MLA സമരം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? തലങ്കരയിലെ പോസ്റ്റ് ഓഫീസ്, തലങ്കരയിലെ പോസ്റ്റ് ഓഫീസ് നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടാൻ നോക്കുന്നു. ജനങ്ങളെ വെല്ലുവിളിച്ച് പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കിയാൽ അടങ്ങി നിൽക്കാനാവില്ല. 1955 തളങ്കര കടവത്ത് സ്ഥാപിതമായ തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോസ്റ്റ് ഓഫീസ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യഹ്യ തളങ്കര ചെയർമാനായി തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 1ാം ഘട്ട പ്രക്ഷോഭ പരിപാടികളുടെ ആദ്യപടിയായി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരത്തിൽ പ്രതിഷേധം അലയടിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA സമരം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ ഏതറ്റം വരെയും പൊരുതുമെന്ന് MLA പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ മുറുക്കാൻ കടയോ മറ്റു ഹോട്ടൽ കച്ചവടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനമല്ല പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്, ഒരു വഴിയാണ്. അപ്പോൾ അത് നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പിക പല കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവഴിക്കുന്നത് അതിൽ നിന്ന് ലാഭം കൊയ്യാനല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികൾക്ക് നമ്മുടെ നഗരസഭകളായാലും നമ്മുടെ സർക്കാരായാലും എത്രയോ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിക്കുന്നുണ്ട്. ലാഭം പ്രതീക്ഷിച്ചല്ല. അത് ജനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട അർഹമായ ഒരു സേവനമാണ്. അപ്പോൾ അത് ലാഭകരമല്ല എന്ന് പറഞ്ഞ് അത് കൂട്ടുന്നത് ജനങ്ങളുടെ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സിദ്ദീഖ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കോഴിക്കോട്
പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാളെ തിരുവനന്തപുരത്ത്, ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ നേരിട്ട് കാണും, ഈ പ്രശ്നം അവതരിപ്പിക്കും. എന്നിട്ടും പരിഹാരമില്ല എങ്കിൽ ഇവിടെ അധ്യക്ഷൻ സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചതുപോലെ ഈ സമരം, അധ്യക്ഷൻ വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈ സമരം അക്രമാസക്തമാകുകയില്ല എന്ന്. അക്രമാസക്തമാകുകയില്ല എങ്കിലും ഈ സമരം വരാനിരിക്കുന്ന നാളുകളിൽ ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സമരമല്ല, ഒരു നാടിൻ്റെ രോദനമാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രോദനം അധികാരികൾ കേട്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ തീർച്ചയായും സമരം നമുക്ക് എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തേണ്ടി വരും. നിങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ എന്ന നിലയിൽ ഈ സമരത്തോടൊപ്പം നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ രാപ്പകൽ സമരം സംരക്ഷണ സമിതി ചെയർമാൻ യഹ്യ തളങ്കര അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ ഒരു അഡ്രസ്സാണ് 671122. ഒരു കാരണവശാലും അത് വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഗൾഫിലായാലും സ്വദേശത്തായാലും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അഡ്രസ്സിൻ്റെ തന്നെ ഒരു വലിയ മാറ്റമാണ്. ഞങ്ങളുടെ എന്ത് പോസ്റ്റ് വഴി വരുന്നതായാലും പാർസൽ വരുന്നതായാലും ഒക്കെയും പിൻ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് 671122 ആണ്. ഇനി അത് മാറ്റി എഴുതുമ്പോൾ പല സ്ഥലത്തേക്കും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായിട്ടാണ് നമ്മളതിനെ കണ്ടത്. അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ തലങ്കരയിലെ മദ്രസ കെട്ടിടം ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്താൻ വേണ്ടി അവരുടെ ആവശ്യപ്രകാരം പണിതതാണ്. ഇത് ഞങ്ങൾക്ക് വേറെ ആൾക്കത് വാടക കൊടുക്കാൻ പോലും പറ്റില്ല. അസ്ലം പടിഞ്ഞാറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് നിവേദനം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, വൈസ് ചെയർമാൻ KM ഹനീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ കമാൽ, കൗൺസിലർമാരായ അർസീന സുബൈർ, റഹ്മാൻ തൊട്ടാൻ, അമീർ പള്ളിയാൻ, നൈമുന്നിസ, ഷാഹിദ ബാങ്കോട്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, റീത്ത R രാജു, KM ബഷീർ, KM അബ്ദുല്ലഹിമാൻ, TA ഷാഫി, അജ്മൽ തളങ്കര, യൂനുസ് തളങ്കര, ഹബീബ് KK പുറം, അബ്ദുല്ലഹിമാൻ ബാങ്കോട്, നൌഫൽ തായൽ, NK അമാനുള്ള, അനസ് കണ്ടത്തിൽ, ഹസൈനാർ തോട്ടുംഭാഗം, ഇബ്രാഹിം ബാങ്കോട്, ഷഫീഖ് DD, ഷഫീഖ് വാമോസ്, BU അബ്ദുല്ല, PV മൊയ്തീൻ, ഹസൻകുട്ടി പതിക്കുന്നിൽ, TE അൻവർ, TM അബ്ദുല്ലഹിമാൻ, AS ശംസുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി പടിഞ്ഞാർ, റഷീദ് ഗസാലി, യാസീൻ അബ്ദുല്ല, E ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ സിദ്ദിഖ് ചക്കര സ്വാഗതം പറഞ്ഞു. തളങ്കര മേഖലയിലെ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളടക്കം നിരവധി പേർ സമരത്തിൽ സംബന്ധിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച രാപ്പകൽ സമരം ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ സമാപനം. 10,000-ങ്ങൾക്ക് അന്നദാനം നൽകിയായിരുന്നു ഉറൂസിന്റെ സമാപനം കുറിച്ചത്. നാടിന്റെ നാനാദിക്കിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഉറൂസ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത്. ജനുവരി 7-ന് ആരംഭിച്ച നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് ഇന്നലെ രാവിലെ മുതൽ 10,000-ങ്ങൾക്ക് അന്നദാനം നൽകി സമാപിച്ചു. ഉറൂസിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ, സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ, സഫാൻ തങ്ങൾ ഏഴിമല, അൻവർ മന്നാനി, മജീദ് ബാഘവി, സിദ്ദിഖ് അസ്ഹരി, മഷ്ഹൂർ ആറ്റക്കോയ തങ്ങൾ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സദാത്തികളും പ്രഭാഷകരായും വിശിഷ്ടാതിഥികളായും സംബന്ധിച്ചു. സമാപന ദിവസമായ ഇന്നലെ രാത്രി സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം, GS അബ്ദുൾ റഹ്മാൻ മദനി എന്നിവർ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയും സന്ദർശിച്ചു. നാടിന്റെ നാനാദിക്കിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഉറൂസ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത്. വാഹനത്തിരക്കും ഭക്തജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്ത വളണ്ടിയർമാരുടെ സേവനവും മികച്ചതായി മാറി. ഉപ്പാപ്പ മഖാം സിയാറത്തിനായി നിരവധി ഇതര സഹോദര മതസ്ഥരും എത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനധികൃതമായി ട്രാമാഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ കടത്തിയ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശിയായ രാഹത് ജാനാണ് 55 ഗുളികകളുമായി അറസ്റ്റിലായത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്.
വേദന സംഹാരിയായ ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ അനധികൃതമായി കടത്തുകയായിരുന്ന യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശിയായ രാഹത്ത് ജാനാണ് 55 ഗുളികകളുമായി അറസ്റ്റിലായത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. മംഗലാപുരം ഭാഗത്തു നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന KL 58Q 5171 നമ്പർ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് 23.351 ഗ്രാം ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബസ്സിൽ നിന്നും പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട രേഖകളും തൊണ്ടിമുതലുകളും തുടർ നടപടികൾക്കായി കുമ്പള എക്സൈസ് റേഞ്ചിന് കൈമാറിയതായി അധികൃതർ അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രേക്ഷകരിലേക്ക് ഇനി ഒരു മനോഹരമായ രാത്രി കാഴ്ചയാണ്. വെറുമൊരു കാഴ്ചയല്ല, കിലോമീറ്ററോളം പല നിറത്തിലുള്ള അലങ്കാര ബൾബുകൾ കൊണ്ട് ഉണ്ടാക്കിയ കമാനവും വർണ്ണവിസ്മയങ്ങളാൽ അലങ്കരിച്ച ചുവരുകളും. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന്റെ പ്രവീൺ ധർമ്മശാല പകർത്തിയ രാത്രി സൗന്ദര്യ കാഴ്ച കാണാം. ബാലാനന്ദൻ ദിനത്തിന്റെ ഭാഗമായി CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി TK രാജൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനുവരി 19 ബാലാനന്ദൻ ദിനത്തിന്റെ ഭാഗമായി CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാ അധികാരികളുമുള്ള സാഹോദര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു എന്നാണ് അന്ന് പത്രങ്ങളും കാര്യങ്ങളും പറഞ്ഞത്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തി. പാർലമെൻറ്റ് രംഗത്തും അദ്ദേഹം നന്നായി ചോദിക്കാൻ അദ്ദേഹം സാധിച്ചു. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തതിൻ്റെ ഓർമ്മയാണ് അദ്ദേഹത്തിൻ്റെ. ആ ഓർമ്മ അദ്ദേഹം വെറുതെ ആ പഴയകാല ഓർമ്മ അദ്ദേഹം കൈവിട്ടില്ല. ഇന്ത്യയിലെ വൈദ്യുതി തൊഴിലാളി സംഘടിപ്പിക്കുക. അഖിലേന്ത്യാ കേന്ദ്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി കേന്ദ്രത്തിൽ സംഘടനയുണ്ട്. പക്ഷേ അതേ രൂപത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ഫെഡറേഷനിലാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ അഖിലേന്ത്യാ ഫെഡറേഷനാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, IFI എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ സ്ഥാപക നേതാവാണ് ബാലാനന്ദൻ. ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ രംഗത്തും അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യന് സാധിക്കുന്ന എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ ബാലാനന്ദൻ്റെ സംഭാവനകൾ വലുതാണ്. അദ്ദേഹം നിർത്തിക്കൊണ്ടുവന്ന നമ്മുടെ സംഘടന എന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ ഘടകമാണ്. 10-30 ലക്ഷം മെമ്പറുകളുടെ സംഘടനകൾ വളർന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരിക്കെതിരായി അതിശക്തമായ സമര പോരാട്ടത്തിൽ നമ്മൾ നേതൃത്വം. ബാലാനന്ദനെ പോലുള്ള നേതാക്കളുടെ അഭാവം നമ്മെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. എങ്കിൽ പോലും അദ്ദേഹം ഉൾപ്പെടെയുള്ള സഖാക്കൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ അതികഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം പണിമുടക്കാണ്. പണിമുടക്കിൻ്റെ തീയാളിപ്പാടത്തിൻ്റെ ഘട്ടത്തിലാണ് ബാലാനന്ദൻ്റെ അനുസ്മരണം നടന്നത്. നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തെ, വർഗീയ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നുള്ളിക്കളയുന്നതിന് വേണ്ടി സംഘപരിവാറും RSSും ഭൂരിപക്ഷ വർഗീയവാദികളും ജമാഅത്ത് ഇസ്ലാമികളും ന്യൂനപക്ഷ വർഗീയവാദികളും സംയുക്തമായി ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. വർഗീയതയ്ക്കെതിരെ വർഗീകരിക്കുന്ന ബാലാനന്ദൻ ഉൾപ്പെടെ മുദ്രാവാക്യങ്ങളുടെ പ്രസക്തമായ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രതിജ്ഞയാണ് ഈ ദിവസം നമ്മൾ എടുക്കേണ്ടത്.
മറ്റെല്ലാത്തിലുപരി സംഘടനാ പ്രവർത്തനം വളരെ പ്രധാനമായും പരമ്പരാഗത ശൈലി വിട്ട് നമ്മുടെ ഈ സന്ദേശം തൊഴിലാളികളാകെ മെമ്പർമാരിലാകെ കുടുംബാംഗങ്ങളാകെ എത്തിക്കുന്നതിന് ആവശ്യമായ പ്രധാനവേല വളരെ ഭാവനാപൂർവമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. സഖാവ് ബാലാനന്ദൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരായി നിർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കും. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തന്റെ കടുത്ത രോഗാവസ്ഥയിലും കലയുടെ ഉപാസന തുടർന്ന പടന്നയിലെ സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കാൻ അവസരം നൽകിയ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ അധികൃതർക്കും വേറിട്ട രീതിയിൽ വലിയ നന്ദി അർപ്പിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ CH മുഹമ്മദ് കോയ മിനി സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ അക്ഷരരൂപത്തിൽ നിന്നാണ് നന്ദി അറിയിച്ചത്. ശരീരത്തെ തളർത്തുന്ന വേദനയിലും തോൽക്കുവാൻ മനസ്സില്ലാത്ത സിയയുടെ മനക്കരുത്തിന് വിദ്യാഭ്യാസ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ആദരവുമായാണ് സ്കൂളിലെ 1100-ൽ പരം വിദ്യാർത്ഥികളും അണിനിരന്ന് സ്റ്റേഡിയത്തിൽ നന്ദി എന്ന കൂറ്റൻ അക്ഷരമാല തീർത്തത്. സ്കൂൾ പ്രിൻസിപ്പൽ MC ഷിഹാബിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ഈ വേറിട്ട സ്നേഹപ്രകടനത്തിന് നാടൻ കലാപ്രവർത്തകൻ ജുനൈദ് മെട്ടമ്മലാണ് സംവിധാനമൊരുക്കിയത്. സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയുടെ കണ്ണീരും സ്വപ്നവും കണ്ടില്ലെന്ന് നടിക്കാതെ നിയമങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച ഓൺലൈൻ മത്സര പങ്കാളിത്തം മാതൃകാപരമാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊച്ചു കലാകാരിക്ക് ഇതൊരു പുതുജീവൻ നൽകും. വിദ്യാലയത്തിൻ്റെയും സിയയുടെ മാതാപിതാക്കളുടെയും സ്നേഹാദരങ്ങൾ അറിയിക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളും നന്ദി പ്രകടനത്തിൽ അണിനിരന്നു. സിയ ഫാത്തിമയുടെ കലയോടുള്ള അഭിനിവേശത്തെ ചേർത്തുപിടിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ, കേരള ജനത, മാധ്യമങ്ങൾ എന്നിവർക്കൊക്കെയുള്ള നന്ദി അറിയിക്കുന്നതായിരുന്നു പരിപാടി. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MC ഷിഹാബ്, പ്രധാന അധ്യാപിക VK ശശികല, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, പഞ്ചായത്ത് അംഗങ്ങളായ VK അബ്ദുല്ല, P പവിത്രൻ, ആയിഷ പാണ്ഡ്യാല, PTA പ്രസിഡന്റ് TKM റഫീഖ്, മദർ PTA പ്രസിഡന്റ് K ആയിഷ, സ്റ്റാഫ് സെക്രട്ടറി TV രോഷ്ന, M ഷീബ, CP വിദ്യ, മുസ്തഫ കാവുങ്കൽ, M റാഷിദ്, K യദുനാഥ്, AV രാഹുൽ, KV ബിനേഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിന്നു. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും കുലീനവും അതേപോലെ തന്നെ മനുഷ്യത്വ ഹിതവുമായിട്ടുള്ള സമീപനം കൊണ്ട് കേരളം ഒന്നാകെ തന്നെ നമ്മുടെ സിയമോളെ ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിന് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം തന്നെ മുഴുവൻ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ട് നന്ദി എന്ന അക്ഷരത്തിലൂടെ എഴുതി കാണിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ അണിയിച്ചൊരുക്കിയ നന്ദി പ്രകടനം അക്ഷരാർത്ഥത്തിൽ എല്ലാവരോടുമുള്ള നന്ദി സൂചകം തന്നെയാണ്. ഈ സമീപനവുമായി നമ്മൾ സഹകരിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവർ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ജനപ്രതിനിധികൾ, നാട്ടുകാർ, അതേപോലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, വിശിഷ്യ മാധ്യമ പ്രതിനിധികൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുട്ടിയെ ഏറ്റെടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി അർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒന്നടങ്കം സ്വീകരിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചൗക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് തുറന്നു നൽകി. പ്രൗഢമായ ചടങ്ങിൽ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു.
ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റി പുതുതായി നിർമ്മിച്ച ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് തുറന്നു നൽകി. കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്ന രീതിയിലാണ് പുതിയ മസ്ജിദ് പണിതിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദു കാവുകോളി അധ്യക്ഷത വഹിച്ചു. മജീദ് ബാഘവി, അബ്ദുൾ റഹ്മാൻ ബിൻ ഷൈഷക് തങ്ങൾ, സുബൈർ സഹദി പുത്തപ്പലം, അഷ്റഫ് റഹ്മാനി ചൌക്കി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ മതപ്രഭാഷണത്തിൽ മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര, ഹാഫിസ് അൻവർ മാനാനി തൊടുപുഴ എന്നിവർ പ്രഭാഷണം നടത്തും. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ KP മുഹമ്മദ്, ഹമീദ് പടിഞ്ഞാർ, റഹ്മാൻ കന്യപ്പാടി, കരീം മൈൽപ്പാറ, സവാദ് കല്ലങ്കൈ, മുനീർ കുന്നിൽ, അംഗങ്ങളായ മുസ്തഫ തോരവളപ്പ്, ഗഫൂർ പേരാൽ, കരീം ചൌക്കി, സിറാജ് KK പുറം, ഹസൈനാർ ചൌക്കി, സുലൈമാൻ ചൌക്കി, ഹാരിഫ് കടപ്പുറം, ഗഫൂർ അക്കരക്കുന്ന്, അബ്ദുൾ റഹ്മാൻ KA, സുലൈമാൻ തോരവളപ്പ്, ആമുച്ച കല്ലങ്കൈ, മൊയ്തീൻകുട്ടി കുന്നിൽ, UAE കമ്മിറ്റി, ഷഫീഖ് ഇമമി ഉസ്താദ്, മൂസൽ ഫൈസി സദ്ദർ ഉസ്താദ് തുടങ്ങി മതരാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഷാഫി KK പുറം സ്വാഗതവും ട്രഷറർ മൊയ്തു അർജാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കല്ല് ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തി. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, ജീവിക്കാനായി പോരാട്ടം, പെർമിറ്റിനായി പോരാട്ടം. എന്നെ നെല്ലിക്കുന്ന MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും പറയുമ്പോൾ അതിന് പരിഹാരം കാണാൻ തീർച്ചയായും അത് ന്യായമായ കാര്യമാണ് എന്നാണ് മന്ത്രിയുടെ മറുപടിയെങ്കിലും ഇതുവരെ നമുക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള സമരങ്ങൾ, ധർണകൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യം മാത്രമേ സർക്കാരിനോടും മന്ത്രിയോടും പറയാനുള്ളൂ. ഇന്നിപ്പോൾ ഈ ചെങ്കൽ കോറി ഉടമകൾ ഇവിടെ നടത്തുന്ന സമരം സർക്കാരിനോട്, ബന്ധപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ആ ആവശ്യം മറ്റൊന്നുമല്ല, ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഒരു മുഴം കയറ് ഞങ്ങൾക്ക് നൽകണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഈ സമരം ഇവിടെ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ചെങ്കല്ല് കോറി ഉടമകൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ നമുക്കെല്ലാവർക്കും അറിയാം. ചെങ്കല്ല് ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയില്ല, വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല, മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീടുകൾ പണിയണമെങ്കിൽ ചെങ്കല്ല് വേണം. അവർക്ക് ചെങ്കല്ല് എത്തിക്കുന്നത് ആരാണ്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. പക്ഷേ നിങ്ങളിൽ പലരും ഇങ്ങനെ ചെങ്കല്ല് നിങ്ങളുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നല്ലതുപോലെ അറിയാം. വല്ലാതെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ആരിലും ഞെട്ടൽ ഉളവാക്കുന്ന വിധത്തിലുള്ള പിഴയാണ് ചുമത്തുന്നത്. ആ പിഴ ചുമത്തിയാൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ വിട്ടുതരാൻ മാസങ്ങളോളം എടുക്കേണ്ടി വരുന്നു എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ ബേർക്ക സ്വാഗതം പറഞ്ഞു.
സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ, സംസ്ഥാന സെക്രട്ടറി വിശ്വംഭരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുകുമാരൻ നായർ, ജില്ലാ ട്രഷറർ വിനോദ് കുമാർ, അനിൽകുമാർ KT, ഗോപാലകൃഷ്ണൻ, ഉമ്മർ MP, നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാഷൻ ബ്രാൻഡായ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഇനി കാഞ്ഞങ്ങാട്ടും. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവും ബ്രൈഡൽ ഫാഷനിലെ അനുഭവ സമ്പത്തുമായി കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രൈഡൽ ഫാഷൻ ബ്രാൻഡായ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ കാഞ്ഞങ്ങാട് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായുള്ള റോഡ് ഷോ മനോഹര കാഴ്ചയൊരുക്കി. കാഞ്ഞങ്ങാടിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് പ്രൗഢിയുടെ തിലകച്ചാർത്തേകുവാൻ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ എത്തുന്നു. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവും ബ്രൈഡൽ ഫാഷനിലെ അനുഭവ സമ്പത്തുമായി കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രൈഡൽ ഫാഷൻ ബ്രാൻഡായ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ കാഞ്ഞങ്ങാട്ട് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റോഡ് ഷോയുടെ ഉദ്ഘാടനം സെഞ്ചുറി വെഡ്ഡിംഗ് സെന്ററിന്റെ ഡയറക്ടർമാരായ P. അഷ്റഫ് ഹാജി, P. സിദ്ദിഖ്, P. ഫിറോസ്, P. ഫസൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രിയമുള്ളവരെ, സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ 9ാമത്തെ വെഡ്ഡിംഗ് സെന്ററാണ് കാസർഗോഡ് ജില്ല ആദ്യത്തെ ഷോറൂമായത്. ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും ഇതിന് പങ്കാളിയായിക്കൊണ്ട് തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനസ്സിലായിട്ടില്ല. ഏതായാലും നമ്മൾ ഇന്ന് നമ്മളെ പരസ്യവാഹനങ്ങൾ ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കുറച്ചും കൂടി ഉഷാറായി പ്രവർത്തിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാൻ പോകുന്നു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്ററിന്റെ 9ാമത്തെ ഷോറൂമിന്റെ ഔദ്യോഗികമായ പരസ്യ പ്രചാരണം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും അതേപോലെ തന്നെ വയനാടും അതിപ്പം പുതുതായിട്ട് കാസർഗോഡും ആരംഭിക്കുന്ന സെഞ്ചുറി വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം ഈ വരുന്ന 29ാം തീയതി രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരസ്യവാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ഇവിടെ നടത്തുന്നതാണ്. 1,00,000 സ്ക്വയർ ഫീറ്റിൽ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമാണ് കാഞ്ഞങ്ങാട് വെഡ്ഡിംഗ് സെന്ററിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ 500-ലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രൈഡൽ കളക്ഷൻ ഫാഷൻ ഡിസൈനിംഗ് രംഗത്തെ അപൂർവ പ്രതിഭകൾ സ്ത്രീകൾക്കായി ഒരുക്കിയ സാരി മുതൽ ലഹങ്ക വരെയുള്ള അത്യപൂർവമായ വസ്ത്രശേഖരം, കുട്ടികൾക്കായുള്ള അതിനൂതന വസ്ത്രങ്ങൾ, പുരുഷന്മാർക്കുള്ള എത്നിക് വെസ്റ്റേൺ റെഡിമെയ്ഡ് കളക്ഷനുകൾ, പർദ്ദ, ഡെയിലി വെയറുകൾ, ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ കോട്ടൺ വസ്ത്രങ്ങൾ തുടങ്ങി കാഞ്ഞങ്ങാട്ട് ഇതുവരെ കാണാത്ത സെലക്ഷനിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലുമാണ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ കളക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രങ്ങൾ കൂടാതെ ഫാൻസി, ബ്രൈഡൽ ഫുട്വെയർ, കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, തലശ്ശേരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്ററിന്റെ ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നു. 9ാമത്തെ ഷോറൂമാണ് കാഞ്ഞങ്ങാടിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ക്ഷണപത്രിക പ്രകാശനം നടന്നു. മാർച്ച് 10 മുതൽ 12 വരെ തീയതികളിലായാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് 10 മുതൽ 12 വരെ തീയതികളിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റി പുറത്തിറക്കിയ ക്ഷണപത്രികയുടെ പ്രകാശനം ദേവസ്ഥാന തിരുമുറ്റത്ത് ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കാസർഗോഡ് DVSP CK സുനിൽകുമാർ ക്ഷണപത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാ സ്പർദ്ധകളും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരസ്പരം മനസ്സിലാക്കുവാനും ഒന്നിച്ച് ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കാനും കിട്ടുന്ന അവസരങ്ങളാണ് ഏത് തെയ്യംകെട്ടായാലും ആഘോഷങ്ങളായാലും. എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയാം, അടുത്ത 5 വർഷത്തിനുണ്ടായ എല്ലാ വയനാട്ടുകുലവൻ മഹോത്സവങ്ങളിലും അത് കാസർഗോഡ് DYSP ആയാലും ബേക്കൽ DYSP ആയാലും സന്നിധനാവാനും അതിൻ്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ താമസിക്കുന്നതിവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് ഇവിടെയും വരാൻ സാധിച്ചു. ഈ ഒരു ഭാഗ്യം തന്നതിന് ഞാൻ ഈ ജഗത്തിൻ്റെ നാഥനോട് നിങ്ങളുടെ എല്ലാവരെയും സാക്ഷി നിർത്തി നന്ദി പറയുകയാണ്. ഒരു വലിയൊരു മനുഷ്യാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പര്യവസാനമാണ് വിജയകരമായ ഓരോ തെയ്യംകെട്ട് മത്സരവും. പല ദിക്കിൽ നിന്നും പല നാട്ടിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരും. അവരൊക്കെ
നമ്മുടെ അതിഥികളാണ്, നമ്മൾ ആതിഥേയന്മാരാണ്. ആ മനസ്സോടുകൂടി അവരെ കാണാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനും അകമഴിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ തെയ്യംകെട്ടും ഒരു മഹാവിജയമായിട്ട് മാറും. അഭിപ്രായങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അതൊക്കെ മറന്നിട്ട് ഒരു മെയ്യും ഒരു മനസ്സുമായിട്ട് ഈ തെയ്യംകെട്ട് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാടിക്കാൽ നാരായണൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ കുമാരൻ വയ്യോത്ത്, അടോട്ട് മൂത്തേടത്തുകുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പ്രസിഡന്റ് ഹരിഹരൻ വെള്ളിക്കോത്ത്, ഇടച്ചിയിൽ വരപ്പുറം തറവാട് പ്രസിഡന്റ് പി പരമേശ്വരൻ നായർ, എം വി നാരായണൻ പുല്ലൂർ, മാതൃസമിതി പ്രസിഡന്റ് ജാനകിയമ്മ മധുരമ്പാടി, ബി ഉണ്ണികൃഷ്ണൻ നായർ ഇടച്ചി തുടങ്ങിയവർ സംസാരിച്ചു. പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ മധുരമ്പാടി സ്വാഗതവും കൺവീനർ വേണുഗോപാലൻ വിഷ്ണുമംഗലം നന്ദിയും പറഞ്ഞു. തെയ്യംകെട്ടിന് മുന്നോടിയായുള്ള ആനപ്പന്തലിനുള്ള കാൽനാട്ടൽ ചടങ്ങും നടന്നു. അടോട്ട് മൂത്തേടത്തുകുതിര പാടാർകുളങ്ങര പഴയസ്ഥാനം ആചാരസ്ഥാനികരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കോയ്മ തറവാട് ഭാരവാഹികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അസോസിയേഷൻ പൂരക്കളി മറുത്തുകളി മഹോത്സവം ഫെബ്രുവരി 14 നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ മേഖലകളിലും നടത്തിവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കുംകരയിൽ സംഘടിപ്പിക്കുന്ന പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം ചേർന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മീനമാസത്തിലാണ് പൂരം നടക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം. കാരണം ഒരു 10-12 വയസ്സ് വരെ പൂരം എന്ന വിശ്വാസത്തെ എൻ്റെ അമ്മ പറഞ്ഞു തരികയും പൂരം പൂവിട്ട് നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആ മീനമാസത്തിലെ പൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂരക്കളിയും മറുത്തുകളിയും ഒക്കെ നടക്കുന്നത്. ഒരു അനുഷ്ഠാന കലയാണ് എന്നുള്ളത് നേരത്തെ സ്വാഗതം പറഞ്ഞ വസുദേട്ടൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ അനുഷ്ഠാന കലയെ എത്രത്തോളം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പെട്ട ആളുകൾ എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം ഇപ്പോൾ സംസ്ഥാന കലോത്സവം ഇന്ന് തീരുകയാണ്. ഈ സംസ്ഥാന കലോത്സവം തീരുമ്പോഴും പൂരക്കളിയെ എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് സംസ്ഥാന കലോത്സവത്തിനകത്ത് പോലും പൂരക്കളി 1ാം സ്ഥാനം എത്തി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നറിയാം. പണ്ടുള്ളവർ ചിലപ്പോൾ പൂരക്കളി ആദരിച്ചതുപോലെ ഇപ്പം ആദരിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സ്. അപ്പോൾ പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത് ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ഒരു ആയോധന കല സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കളരിപ്പയറ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിനോട് ഒരു മനസ്സ് കാണിക്കാത്തൊരു തലമുറയാണ്. പൂരക്കളി കലാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് പി കൊട്ടൻകുഞ്ഞി അടോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ പി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട് ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ, കെ വിശ്വനാഥൻ, എം സതീശൻ, എം രാമകൃഷ്ണൻ, ബൈജു അതിയാമ്പൂർ എന്നിവർ സംസാരിച്ചു. പൂരക്കളി കലാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ ജനറൽ സെക്രട്ടറി വസന്തകുമാർ കാട്ടുകുളങ്ങര സ്വാഗതവും വി നാരായണൻ നന്ദിയും പറഞ്ഞു. ഫെബ്രുവരി 14 ശനിയാഴ്ച കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർമാനായി കെ വിശ്വനാഥനെയും കൺവീനറായി വസന്തകുമാർ കാട്ടുകുളങ്ങരയെയും ഗജാൻജിയായി പി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാടിനെയും തെരഞ്ഞെടുത്തു. പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളി പ്രദർശനം, മറത്തുകളി, പൂരക്കളി കലാകാരന്മാരെ ആദരിക്കൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പൂരക്കളിയിൽ മികവ് പുലർത്തിയ ടീമിനെ അനുമോദിക്കൽ, തിരുവാതിര, കോൽക്കളി, കൈകൊട്ടിക്കളി എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. 2026 ഫെബ്രുവരി 14 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണോട്ട് ചീറുങ്കോട് നാഗാലയം പുനഃപ്രതിഷ്ഠയും പരിഹാര കർമ്മങ്ങളും സർപ്പബലിയും ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തി. തണ്ണോട്ട് ചീറങ്ങോട്ട് നാഗാലയം പുനഃപ്രതിഷ്ഠയും പരിഹാര കർമ്മങ്ങളും സർപ്പബലിയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. നൂറും പാലും, സർപ്പബലി, നാഗപൂജ, കലശാഭിഷേകം എന്നീ വഴിപാടുകളും നടന്നു. പാമ്പും മേക്കാട് മണിക്കൽ ശങ്കരനാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
നിരവധി ഭക്തജനങ്ങളാണ് പുനഃപ്രതിഷ്ഠയും പരിഹാര കർമ്മങ്ങളും സർപ്പബലിയിലും പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ 2ാം ഘട്ട സമരത്തിന് തുടക്കമായി. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. വർഗീയ പരാമർശം നടത്തിയ സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചതായി എൻ.ഡി. നെല്ലിക്കുന്ന് എം.എൽ.എ. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണമെന്നും നെല്ലിക്കുന്ന്. കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തു. പുലിഭീതിയിൽ ഇരിയണ്ണി. പയത്തിൽ സന്തോഷിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ കെട്ടിയിട്ട നായയെ പുലി പകുതി ഭക്ഷിച്ച നിലയിൽ. കാസർഗോഡ് ഹൊസങ്കടിയിൽ ലോഡ്ജിൽ വെച്ച് നഗ്ന ചിത്രമെടുത്ത് പണം തട്ടിയ കേസ്, ഒരാൾ അറസ്റ്റിൽ. തളങ്കരയിലെ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തി. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ സമാപനം. 10,000-ങ്ങൾക്ക് അന്നദാനം നൽകിയായിരുന്നു ഉറൂസിന് സമാപനം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.